നമസ്കാരം. സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഒന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇരിക്കേണ്ടുന്ന പോസ്ചറാണ്. നമ്മൾ ഇരിക്കുന്ന സമയത്ത് പരമാവധി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മാക്സിമം സീറ്റിനോട് ചേർന്നിരിക്കുക. നടുവും തലയൊക്കെ കുറച്ചൊന്ന് സീറ്റിൽ ചേർന്നിരിക്കുന്ന രീതിയിലാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ല പോസ്ചർ. നമ്മൾ ഇടുപ്പിൻ്റെ മുകളിലായിട്ട് വരുന്ന നട്ടലിൻ്റെ ഭാഗം കുറച്ച് മുന്നോട്ടേക്ക് വളഞ്ഞാണ് ഇരിക്കുക. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മളുടെ പോസ്ചറിനത് കുറച്ചും കൂടെ നന്നായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് കാറിൻ്റെ ആക്സസറി ആയിട്ട് ലംബാർ സപ്പോർട്ട് ബെൽറ്റുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഇതുപോലെ നമ്മളൊന്ന് ടവൽ മടക്കിയിട്ട് റൗണ്ടായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിറകിൽ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടുവേദനയ്ക്ക് അത് കുറച്ചും കൂടെ ആശ്വാസമാണ്. ഡ്രൈവിംഗ് സമയത്ത് ഈ ടൈപ്പിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് ആശ്വാസമായിരിക്കും. അതുപോലെ തന്നെ കഴുത്തിനായിട്ട് ഇപ്പോൾ ഇതും കാറിൽ വരുന്നൊരു ആക്സസറിയാണ്. നമ്മുടെ കഴുത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു പില്ലോ നിങ്ങൾക്ക് കാർ ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കഴുത്തിനും അത് അത്യാവശ്യം സപ്പോർട്ട് കിട്ടുന്നതാണ്. അടുത്തായിട്ട് കൈയുടെ പൊസിഷൻ. കൈ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണതിനൊക്കെ എപ്പോഴും കുറച്ചുകൂടെ ബെൻഡായിട്ട് വെക്കണമായിരിക്കും കുറച്ചും കൂടെ നന്നാവുക, നമുക്ക് കൈ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പറയുന്നത് കാലിൻ്റെ പൊസിഷൻ. കാല് നമ്മൾ എപ്പോഴും ഒരേ പൊസിഷനിൽ, എസ്പെഷ്യലി ലോങ് ഡ്രൈവ് സമയത്തൊക്കെ ഒരേ പൊസിഷനിൽ ഇരിക്കുമ്പോൾ മിക്ക ആളുകൾക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് കാലിൻ്റെ രണ്ട് സൈഡിൽ ഇപ്പുറത്തായിട്ട് പെയിൻ വരുന്ന പോലെ കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ചും കൂടെ പൊസിഷൻസ് ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്താൽ വളരെ ബെറ്റർ ആയിരിക്കും അത്. അതുപോലെ തന്നെ ലോങ് ഡ്രൈവ് ആസച്ച് കുറച്ച് പ്രശ്നമുള്ള സംഗതിയാണ്. അപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയങ്ങളിൽ ഒരു അരമണിക്കൂറോ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും കൂടുമ്പോൾ വണ്ടി ഒന്ന് നിർത്തി ഇടയ്ക്കൊന്ന് സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ജേണി വാഹനത്തിലും ജീവിതത്തിലും.